വിനോജി, ഈ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ ഏറ്റവും ശക്തമായി മുന്നോട്ട് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. അതെ അതെ അതെ. പക്ഷേ അത് BJPക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരുപാട് പല അഭ്യാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോ കെജ്രിവാളിന്റെ അറസ്റ്റ് ആയാലും, ഖാലിസ്ഥാനി നേതാവ് കെജ്രിവാളിനെ കുറിച്ച് പറഞ്ഞതായാലും, അപ്പൊ ഇതിൽ നിന്നൊക്കെ ജനങ്ങൾ ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. ഇപ്പൊ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് സത്യത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. കഴിഞ്ഞ ദിവസം ജയറാം രമേശ് പറഞ്ഞ ഒരു 4 സെന്റൻസ് ഉണ്ട് AICCയുടെ പത്രസമ്മേളനത്തിൽ. പ്രീപെയ്ഡ്, പോസ്റ്റ് പെയ്ഡ്, പോസ്റ്റ് റെയ്ഡ്, പിന്നെ ഒരു ഷെൽ കമ്പനി, ഇങ്ങനെ 4 എണ്ണമായിട്ടാണ് പറഞ്ഞത്. നമുക്ക് അതിനെ കുറിച്ച് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ അതിനു മുമ്പേ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് നിങ്ങളൊന്ന് പറയും ആളുകൾക്ക് കേൾക്കാൻ വേണ്ടി. എന്താണ് ഇലക്ട്രൽ ബോണ്ട്? നമ്മൾ സാധാരണക്കാർ മനസ്സിലാക്കിയത് ഇങ്ങനെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് പല കമ്പനികൾക്കും നേരത്തെ രാഷ്ട്രീയ കക്ഷികൾക്കൊക്കെ പണം സംഭാവന ചെയ്യാറുണ്ട്. അതിനൊരു ലിമിറ്റ് ഉണ്ടായിരുന്നു, 7% വരെ അവരുടെ ആദായത്തിന്റെ. മാത്രമല്ല കഴിഞ്ഞ 3 വർഷങ്ങളിൽ ലാഭത്തിലിരിക്കുന്ന കമ്പനി ആകണം എന്നുള്ള ഒരു കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ആ കണ്ടീഷൻസ് എല്ലാം ഈ നിയമത്തോടു കൂടി എടുത്തു കളഞ്ഞു. അങ്ങനെ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ പാർട്ടികൾക്കോ ഒക്കെ പണം ഏത് അറ്റം വരെയും കൊടുക്കാം എന്നുള്ള നില വന്നു. അപ്പൊ അത് ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അതിന്റെ 29 ശാഖകൾ ഇന്ത്യയിലെ അതുവഴി ഒരു സമയപരിധി വെക്കും. ആ സമയപരിധിക്കകം ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുകയും ആ ബോണ്ടുകൾ വാങ്ങാൻ കഴിയുന്ന രീതിയിൽ രാഷ്ട്രീയ കക്ഷികൾക്ക് കമ്പനികൾക്ക് വേണ്ടി അത് വിൽപ്പനയ്ക്ക് വെക്കാം ബോണ്ട്. അപ്പൊ അവർക്ക് വാങ്ങാം, അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് അത് കൊടുക്കാം. ആ കൊടുക്കുന്നത് ഇപ്പൊ ബാങ്കിൽ വാങ്ങുന്നത് വരെ ആരാണ് വാങ്ങുന്നത് എന്ന രേഖയുണ്ടാകും, എത്ര വാങ്ങി എന്ന രേഖയുണ്ടാകും. എന്നാൽ ഇത് കൊടുക്കുന്ന സമയത്ത് ആര് കൊടുത്തു എന്നോ ആർക്കിത് കിട്ടിയെന്നോ യാതൊരു തരത്തിലുള്ള അതാണ് ഇതിലുള്ള പ്രശ്നം കിടക്കുന്നത്. ഇത് ആരും അറിയുന്നില്ല എന്ന് പറയുന്നത് ശരിയാ, പക്ഷേ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭരിക്കുന്ന ഗവൺമെന്റിന് ഇതെല്ലാം അറിയാൻ കഴിയും. അപ്പൊ ഇതില് ഗുപ്തമാണ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഗുപ്തല്ല. അല്ല, അതുകൊണ്ടാണല്ലോ ഈ ഇലക്ട്രൽ ബോണ്ട് പുറത്തു വരുന്നു എന്ന ഘട്ടം വന്ന സമയത്ത് ഈ പറയുന്ന വെപ്രാളമൊക്കെ കേന്ദ്ര അതിലേക്കാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇതില് സർക്കാരിന് ഇതെല്ലാം കൃത്യമായിട്ട് വിവരം കിട്ടി എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ആർക്കും കൊടുക്കാം, എത്രയും കൊടുക്കാം എന്നുള്ള കണ്ടീഷൻ വന്നു. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാല് പിന്നെ വേറൊരു ചോദ്യം വരുന്നുണ്ട്. കോൺഗ്രസിന് ഇലക്ട്രൽ ബോണ്ട് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയാണ് ഇത് പറയാനുള്ളത് എന്നൊരു ചോദ്യം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യ മഹാരാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ പണമൊഴുക്ക് എല്ലാ കാലങ്ങളിലും വലിയ പ്രശ്നമാണ്. അത് എല്ലാ കാലങ്ങളിലും, ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ല, എല്ലാ കാലങ്ങളിലും വലിയ പ്രശ്നമാണ്. അതിനെ നിയന്ത്രിക്കാൻ എന്നോണമാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞൊരു സംവിധാനം എവിടേക്ക് കൊണ്ടുവരുന്നത്, പാർലമെന്റിൽ അമെന്റ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ പാർലമെന്റിൽ നിയമമായിട്ട് കൊണ്ടുവരുന്നത്. പലരും വിചാരിക്കുന്ന കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും ഇതിനപ്പം തന്നെ അംഗീകരിച്ചു എന്നാണ്. ശരിയല്ല. എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഈ നിയമനിർമ്മാണം വന്ന ഉടനെ തന്നെ സുപ്രീം കോടതിയിൽ പോയി ഇത് നിരോധിക്കണം എന്നുള്ള രീതി, അല്ലെങ്കിൽ ഇതിന് സ്റ്റേ ഇടണം എന്നുള്ള രീതിയിൽ ആവശ്യപ്പെട്ടു. പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട് കോടതിയെ സമീപിച്ചു ഇത് സ്റ്റേ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ സുപ്രീം കോടതി അന്ന് സ്റ്റേ ചെയ്തില്ല. എന്തുകൊണ്ടാണ് സ്റ്റേ ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നത്? എല്ലാ പാർട്ടികൾക്കും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാവണം. ഏത് മത്സരമാണെങ്കിലും ഉദാഹരണത്തിന് കളിക്കുന്ന 2 ടീം, ശക്തനോ ദുർബലനോ ആവട്ടെ, അവിടെ നിയമം കർശനമായി പാലിക്കുന്ന ഒരു റഫറിയും 2 പേർക്കും സമാനമായ അവകാശാധികാരങ്ങളും ഏത് കളിക്കാർക്കും കൊടുക്കുന്നുണ്ട്. അതെ, ഉദാഹരണം ഇപ്പൊ നമ്മൾ കമ്പവലി നടക്കുമ്പോൾ ഒരു ഉയരത്തിലുള്ള ഒരു ടീമും താഴെ കിടക്കുന്ന ടീമും തമ്മിൽ കമ്പ വലിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ ഒരു മത്സരം നടക്കുമ്പോൾ ലെവൽ പ്ലേയിങ് ഫീൽഡ്, അതാണ് ഫെയർ ഇലക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. നീതിപൂർവ്വം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാവും. അപ്പം ഭരിക്കുന്ന സർക്കാരിന് കൂടുതൽ പണം കിട്ടാനുള്ള സാധ്യതയില്ലേ എന്നുള്ള സംശയത്തോട് ഇത് സ്റ്റേ ചെയ്യണമെന്ന് എല്ലാ പ്രതിപക്ഷ കക്ഷികളും ആവശ്യപ്പെട്ടിരുന്നു. അന്ന് സുപ്രീം കോടതി അത് ചെവിക്കൊണ്ടില്ല. പിന്നെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി കിട്ടി തുടങ്ങിയപ്പം വാങ്ങാണ്ട് രക്ഷയില്ല. രാജ്യത്തെ നിയമമായി അത് വാങ്ങാണ്ട് രക്ഷയില്ല. നമ്മൾ വാങ്ങില്ല എന്ന് പറഞ്ഞ് മാറി നിന്നിട്ട് കാര്യമില്ല. അപ്പൊ രാജ്യത്ത് ഒരു നിയമമായി കഴിഞ്ഞ സംഗതിയിൽ പിന്നെ ഓപ്ഷൻ എന്താ ഉള്ളത്? കോടതി പോവുക. കോടതിയിൽ അതിനെ ചോദ്യം ചെയ്യുക. കോടതിയുടെ വിധി വന്നു, ഇത് ഭരണഘടനാ വിരുദ്ധമായ
ഒരു നിയമമാണ് എന്ന വിധി വന്നില്ല. മാത്രമല്ല അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് എതിർത്തത്? ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാവുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് എതിർക്കുന്നത്. അതെ അതെ അതെ. പിന്നെ അത് കോടതി അംഗീകരിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ വാങ്ങാണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം വാങ്ങാണ്ടിരുന്നു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ഒരു പർട്ടിക്കുലർ ആളുകൾക്ക് എന്താവും, ഒട്ടും കിട്ടാണ്ടാവും. അതെ അതെ. ഓക്കെ, അതാണ് ഇതിലുള്ള ഘടകം. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 1% വോട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമേ, അതില്ലാത്തവർ ഇപ്പൊ കരയുന്നുണ്ട്, അത് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അല്ല അതെന്തോ അത് നമ്മൾ പറയേണ്ട കാര്യമില്ല. അതിന്റെ അവകാശം അത് നിബന്ധനയാണ്. ഇത് പലർക്കും ജനങ്ങൾക്ക് അറിയില്ല. തൊട്ടു മുമ്പത്തെ തെരഞ്ഞെടുപ്പില് 1% വോട്ടുള്ളവർക്ക് മാത്രമേ ഇലക്ട്രൽ ബോണ്ട് കിട്ടുള്ളൂ. അതെ. അന്വേഷിക്കുന്നവർക്ക് മനസ്സിലാവാതെ ആരാന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ അതിന്റെ അവകാശവാദങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത്. ഇനി എന്തുകൊണ്ട് ഇലക്ട്രൽ ബോണ്ടിനെ ചോദ്യം ചെയ്യണം എന്ന് പറയുന്നത്, ആ പ്രീപെയ്ഡ് എന്ന് പറയുന്ന ഒരു സാധനം ആദ്യം പറയാം. അതായത് ഒരു പർട്ടിക്കുലർ പ്രോജക്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം പോയി കുറച്ച് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ട് വരും. അതാണ് പ്രീപെയ്ഡ് എന്ന് പറയുന്നത്. അതെ അതെ. ഇനി പോസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞൊരു സാധനം, പ്രോജക്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ, അല്ല അതിലൊരു ക്ലാരിറ്റി വരണം. പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എന്തെങ്കിലും ഒരു പണി ഏൽപ്പിക്കുക, അല്ലെ? അതെ, ഒരു വൻകിട പദ്ധതി ഏൽപ്പിക്കുക. ഓക്കെ, പദ്ധതി കൊടുക്കുക. അപ്പൊ അത് കിട്ടാൻ വേണ്ടി ഒരു കമ്പനി എന്ത് ചെയ്യുന്നു, വാങ്ങുന്നു. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ നന്ദി സൂചകമായി രണ്ടാമത് കൊടുക്കുന്നു. ഇനി 1-2 അല്ല കോടികളാണ്. ശരിക്കും 40 ലക്ഷം കോടി പ്രോജക്ട് എമൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു അഴിമതിയാണ് നടന്നത്. അതെ അതെ അതെ. ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ അഴിമതി എന്ന് തന്നെ ഇതിനെ വിളിക്കേണ്ടതുണ്ട് ശരിക്കും. ആ തകർന്നു വീണ തുരങ്കമുണ്ടല്ലോ, ആ തുരങ്കം നിർമ്മിച്ച ആളുകൾക്ക് ഈ പറയുന്ന ഈ ഇലക്ട്രൽ ബോണ്ടിൽ വലിയ തുക കൊടുത്തായിട്ട് കാണുന്നുണ്ട്. ആണോ? ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ ദിവസം തകർന്നു പോണല്ലോ. അതിന്റെ നിർമ്മാണ കമ്പനിക്ക് അവർക്ക് വലിയ തോതിൽ അവരിൽ നിന്ന് ഈ പറയുന്ന അതല്ല ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾ, ഈ ഫ്രോഡ് കാണിച്ചിട്ടുള്ള കമ്പനികൾ, ഇവരൊക്കെയാണ് വലിയ തോതിൽ ഫണ്ട് ചെയ്യുന്നത്. വലിയ തോതിൽ ഈ ബോണ്ട് എടുത്തിട്ടുള്ള BJPക്ക് കൊടുത്തത് നോക്കുന്ന സമയത്ത് ഞാൻ അതല്ല അതില് ഒരു നിയമപ്രകാരം പണം വാങ്ങി ഇത് പുറത്തു വരുന്നു എന്നുള്ള ഘട്ടം വന്നപ്പം സുപ്രീം കോടതി SBIയോട് ഈ സംഗതി ആവശ്യം. SBI സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഒരു പൊതുമേഖലാ സ്ഥാപനം, അവർക്ക് ഗവൺമെന്റുമായിട്ടോ മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളുമായിട്ടോ മറ്റുള്ള അറ്റാച്ച്മെന്റ്സ് ഒന്നുമില്ല. പക്ഷെ പാടില്ല അവരെന്ത് ചെയ്തു? ജൂൺ 30 ഞങ്ങൾക്ക് ഒരു ഒറ്റ ക്ലിക്കിൽ ലഭിക്കുന്ന, ഞാൻ പറയുന്നത് ഗവൺമെന്റിന്റെ സ്വാധീനം എത്രമാത്രം ഉണ്ടെന്നുള്ള, ഒറ്റ ക്ലിക്കിൽ ലഭിക്കുന്ന ഒരു ഡാറ്റ ഞങ്ങൾക്ക് ജൂൺ 30 എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് പുറത്തുവിടാൻ സൗകര്യമുള്ളൂ എന്ന് കോടതി അറിയിച്ചു. കോടതി വടിയെടുത്തതിന്റെ പേരിലാണ് ഒടുവിൽ അതിന് വേണ്ട ഹർജികൾ ചെന്നു. അതിന്റെ പേരിൽ കോടതി വടിയെടുത്തപ്പോഴാണ് അവസാനം സുപ്രീം ഈ പറയുന്ന SBI ഈ രേഖകൾ പുറത്തുവിടുന്നത്. അതിനേക്കാൾ രസകരമായ വേറൊരു കാര്യം എന്താ അറിയോ? ഹൈക്കോടതിയിലെ അഭിഭാഷകരുടെ സംഘടനയുടെ പ്രസിഡന്റ്, പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം ഈ സംഘടനയുടെ ഒന്നും അനുമതി ഇല്ലാതെ ഇത് ഈ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വിവേചനപരമായി പാർട്ടികൾ അവരോട് പെരുമാറാൻ ഇടയാക്കും, ഞങ്ങൾക്ക് കുറച്ചേ തന്നുള്ളൂ, അവർക്ക് കൂടുതൽ കൊടുത്തു എന്നുള്ള രീതിയിൽ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ദോഷമുണ്ടാകും, അതുകൊണ്ട് ഈ രേഖ പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് അതിന്റെ കമ്മിറ്റിയുടെ ഒന്നും കൺസെന്റ് ഇല്ലാതെ ഇന്ത്യൻ പ്രസിഡന്റിന് കൊടുക്കുക, ദ്രൗപദി മുർമുവിന് കൊടുക്കുകയാണ്. പിന്നെ ഇത് തടയണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡാറ്റ പുറത്തുവിടുന്നത് തടയണം എന്ന് പറഞ്ഞിട്ട് SBIയെ തടയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഇതില് വളരെ ശുഭസൂചകമായ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വഴിയില്ല. ഉദാഹരണത്തിന് ഇപ്പൊ ഇലക്ട്രൽ ബോണ്ടിന്റെ ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്ന് കോടതി ആവശ്യപ്പെട്ടപ്പോ ഞാനും വിചാരിച്ചത് സത്യത്തിൽ SBI ഇങ്ങനെ നീട്ടി പിടിക്കും, ഇലക്ഷൻ കമ്മീഷൻ അതിങ്ങനെ ചവിട്ടി പിടിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ കോടതി വളരെ കൃത്യമായി കണിശമായിട്ട് അത് നമ്മൾ കാണാതിരിക്കാൻ തകർന്നു പോകുന്ന ഈ ഇരുട്ടിൽ ഒരു സാധ്യതയ്ക്കുള്ള വകുപ്പുണ്ട് എന്നുള്ളത് വലിയൊരു സംഗതിയാണ്. പക്ഷെ ഇനി അടുത്തത് എന്ത് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായി അധികാര ദുർവിനിയോഗം ഇലക്ട്രൽ ബോണ്ടിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഇതിൽ വേറൊരു ഇതൊന്നും ഞാൻ കംപ്ലീറ്റ് പറയാം. അധികാര ദുർവിനിയോഗം നടന്നു എന്നുള്ളത് കൃത്യമായിട്ടും ബോധ്യപ്പെട്ടു. ഇനി അധികാര ദുർവിനിയോഗം നടത്തിയവർക്കെതിരെ നിയമ നടപടി കൂടി സ്വീകരിച്ചു മാത്രമേ ഈ ചെയ്തതിലൊക്കെ ഒരു അർത്ഥമുള്ളൂ. ധാർമ്മികത എന്ന് പറയുന്ന സംഭവം അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ കിട്ടിയ പണം നിയമവിരുദ്ധമായ അഴിമതി പണമാണ്, അത് മനസ്സിലാക്കേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം രാഷ്ട്രീയ കക്ഷികൾക്കുണ്ട്. അതോടൊപ്പം ഞാൻ ഒരൊറ്റ പോയിന്റ് പറയാം. ഈ BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞൊരു സംഭവമുണ്ട്. 15 ലക്ഷം രൂപ നിങ്ങൾക്ക് കൊണ്ടുതരാൻ പറ്റുന്ന തരത്തിൽ കള്ളപ്പണം വിദേശ ബാങ്കുകളിൽ
സ്വിസ് ബാങ്കുകളിൽ, കരീബിയൻ ബാങ്കുകളിൽ ഒക്കെ ഉണ്ട്. അത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിടിച്ചു കൊണ്ടുവരും. തരുമോ തരില്ല എന്നുള്ള വേറെ കാര്യം. നമ്മൾ 15 ലക്ഷം പറയുമ്പോൾ BJP നമ്മുടെ നെഞ്ചത്തേക്ക് വരും. ആ പണമുണ്ട്. അംശുവിന് ഓർമ്മയുണ്ടാവും, ഡോക്ടർ മൻമോഹൻ സിംഗ് ജർമ്മൻ ബാങ്കുകളുമായി അവിടുത്തെ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായൊക്കെ ബന്ധപ്പെട്ട ആ ഗവൺമെന്റ്, UPA ഗവൺമെന്റ് ഒരു വലിയ പട്ടിക അവിടെയൊക്കെ ബാങ്കുകളിൽ കള്ളപ്പണ നിക്ഷേപമുള്ള ആളുകളുടെ പട്ടിക സീൽഡ് കവറിൽ ഗവൺമെന്റിനെ ഏൽപ്പിച്ചു. കാരണം നയതന്ത്രപരമായ ഇടപാടാണ്, കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സീൽഡ് കവറിലാണ് ആ ഡേറ്റ തന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് അത് അതേപടി സീൽഡ് ചെയ്ത കവറിൽ കേസ് കൈകാര്യം ചെയ്യുന്ന സുപ്രീം കോടതിയെ ഏൽപ്പിച്ചു. എന്താ BJP പറഞ്ഞെന്നറിയാം? ഇന്ത്യ ഇതുവരെ ഭരിച്ച കോൺഗ്രസിന്റെ നേതാക്കൾ ആണ് ഇവിടെ കള്ളപ്പണ ശേഖരമുള്ളത്, അതുകൊണ്ട് ആ പേര് പുറത്തുവിടാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് ആ പേര് പുറത്തുവിടാത്തത്. അങ്ങനെ പറഞ്ഞ് അധികാരത്തിൽ വന്നവർ 10 വർഷം അധികാരത്തിലിരുന്നു. ആ പേര് 15 ലക്ഷം പിടിച്ചെടുത്ത് കൊണ്ടുവന്നില്ല എന്നുള്ളത് പോട്ടെ, അതായത് വിദേശ ബാങ്കുകളിൽ ഉള്ള പണം പിടിച്ചെടുത്ത് 1 രൂപ പോലും കൊണ്ടുവന്നില്ല എന്നുള്ളത് പോട്ടെ, ഈ പേരൊന്നും പുറത്തുവിടാൻ പറ്റിയില്ല. എന്നിട്ട് അവരാണ് അഴിമതിയെ കുറിച്ച് അത്രമാത്രം സംസാരിച്ച് അധികാരത്തിൽ വന്ന അവരാണ് ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ പേരിലുള്ള വിവരങ്ങൾ പുറത്തു വരാതിരിക്കുന്നത്. സത്യത്തിൽ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായി അഴിമതി നടത്താനുള്ള അഴിമതിയുടെ നിയമപരം. ഇലക്ട്രൽ ബോണ്ടിന്റെ മലയാളം എന്താന്ന് ചോദിച്ചാൽ നിയമപരമായ അഴിമതി. ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു MLAക്ക്, നമ്മുടെ നാട്ടിൽ ഒരു MLAക്ക് ഒരു കാര്യം നടന്നു കിട്ടാൻ 2 ലക്ഷം ഉറുപ്പ്യ കൊടുത്തു എന്ന് വിചാരിക്കാം. അത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ എന്താണ്? അഴിമതി. അമേരിക്ക എന്താ ചെയ്തെന്നറിയാം? അതിന് ലീഗലൈസ് കമ്മീഷനാക്കിയില്ല. അമേരിക്കയിൽ ഒരാൾക്ക് എഴുതി കൊടുക്കാം, അതായത് എനിക്ക് ഇന്ന സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തു തന്നാൽ ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്, എന്നിട്ട് അത് ചെക്കിൽ എഴുതി കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അതായത് അതെന്താ ശരിക്കും ലീഗലൈസ്ഡ് ബ്രൈബാണ്. ലീഗലൈസ്ഡ് ബ്രൈബ്. സത്യത്തിൽ നരേന്ദ്രമോദിയും അരുൺ ജെയ്റ്റ്ലിയും കൂടെ ചെയ്തത് ഇന്ത്യക്കകത്ത് ബ്രൈബിനെ ലീഗലൈസ് ചെയ്തു. അപ്പൊ അതിന്റെ പേരിൽ കുറച്ച് പ്രതിപക്ഷ കക്ഷികൾക്ക് കിട്ടിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ കൂടുതൽ കിട്ടുന്ന ആർക്കായിരിക്കും? ഭരണകക്ഷിക്ക് മാത്രമായിരിക്കും. ഇത് കുറെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചുള്ള ഒരു ചർച്ച ഈ തെരഞ്ഞെടുപ്പിൽ അനിവാര്യമായും ഏത് സാധാരണക്കാരനും നടത്തണം, അറിവിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ഈ കൊള്ള രാജ്യത്ത് നടക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ ടോക്ക്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ട വിഷയങ്ങളിൽ ഒന്ന് ഇതാണ്. ഇപ്പൊ ഞങ്ങളുടെ ഈ ടോക്ക് ആ സംസാരത്തിന്റെ ഒരു തുടക്കമാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു തുടക്കം. കാര്യം നമ്മളെ കേൾക്കുന്നവരിൽ നിറയെ ചെറുപ്പക്കാരുണ്ട്, മനസ്സിലല്ലേ? ഇന്റർനെറ്റ് യൂസേജും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ. അവർക്കൊക്കെ ഇൻഫർമേഷൻ കിട്ടാൻ ഒരു പ്രയാസമില്ല. അപ്പം അത് രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇത് ശരിയാണോ അല്ലയോ എന്നുള്ള ചർച്ച നടക്കേണ്ടതുണ്ട്. അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ടോ, അതുപോലെ പ്രൊജക്ടുകൾ മേടിച്ചെടുക്കുന്നതിലും ആളുകളെ ഭീഷണിപ്പെടുത്തുന്നതിൽ ED പോലുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാണ്ട് ഈ അന്ധഭക്തിയും കൊണ്ട് നടന്നാൽ നമ്മുടെ രാജ്യം അവസാനം ഒരു ഏകാധിപത്യത്തിലേക്ക് പോവുകയുള്ളൂ. വളരെ ഗൗരവം പിടിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. നമ്മൾ പഠിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു.